രാജ്യാന്തര അവയവക്കടത്ത് കേസിൽ പോലീസ് തിരയുന്ന മധു കൊച്ചിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്ത് മാഫിയയിലെയും കണ്ണി. യുവതിയെ ഭീഷണിപ്പെടുത്തി വൃക്ക വിൽപ്പന നടത്തുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്ത കേസിൽ പോലീസ് തിരയുന്ന ഷാജിയുമായും മധുവിന് ബന്ധമുണ്ടായിരുന്നതായാണ് സൂചന. ഷാജിയുടെ സംഘം മധുവിന് ദാതാക്കളെ കൈമാറിയിരുന്നോ എന്നും സംശയമുണ്ട്. രാജ്യാന്തര അവയവ കച്ചവട റാക്കറ്റിലെ സാബിത് നാസർ, കളമശ്ശേരി ചങ്ങമ്പുഴ നഗർ സ്വദേശി സജിത് ശ്യാം എന്നിവരെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘം കൊച്ചി സ്വദേശി മധുവിനെ കണ്ടെത്തി തിരികെ എത്തിക്കാനുള്ള നീക്കങ്ങളിലാണ്. 10 വർഷമായി മധു ഇറാനിലാണുള്ളത്. മധുവിന്റെ കൊച്ചിയിലെ വീട്ടിൽ അന്വേഷണ സംഘം തിരച്ചിൽ നടത്തിയിരുന്നു. സാമ്പത്തിക ഇടപാടുകൾ പ്രധാനമായും കൈകാര്യം ചെയ്ത മധു അവയവ വിൽപ്പനയ്ക്കായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയതിനൊപ്പം കൊച്ചിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അവയവ കച്ചവടം നടത്തിയ ഷാജിയുടെ സംഘവുമായി അടുത്ത് ബന്ധപ്പെട്ടിരുന്നതായാണ് വിവരം. മധുവിന് ഷാജിയുടെ സംഘം ദാതാക്കളെ കൈമാറിയിരുന്നോ എന്നും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. പിടിയിലായവരുടെ അക്കൗണ്ടിലേക്ക് മധു പണം അയച്ചിട്ടുണ്ട്. ദാതാക്കൾക്കായി തമിഴ്നാട്ടിലും ഹൈദരാബാദിലുമായാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പരാതിക്കാരില്ലാത്ത കേസിൽ ദാതാക്കളെ മുഴുവൻ കണ്ടെത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് ഒരുങ്ങുന്നത്. ഇവരിൽ നിന്നും പരാതി എഴുതി വാങ്ങും. നിയമവിരുദ്ധ അവയവ കച്ചവടം കുറ്റകരമായതിനാൽ ദാതാക്കൾക്കെതിരെയും കേസെടുക്കേണ്ടി വരും. എന്നാൽ അവയവ കച്ചവട മാഫിയ തെറ്റിദ്ധരിപ്പിച്ച് ഇറാനിലെത്തിച്ച ഇരകളുടെ മൊഴികൾ കേസിൽ നിർണായകമാണ്. ജനം, കൊച്ചി.